ചൂട് കൂടുമ്പോൾ വൈദ്യുതി ഉപയോഗവും കൂടും, ഉപഭോഗവും കൂടും. പക്ഷേ സ്വാഭാവികമായിട്ട് കൂടും. പക്ഷേ അവിടെയാണ് ഈ ലോഡ് ഷെഡിങ് ഉണ്ടാകില്ല, കേരളം അത്തരത്തിൽ വൈദ്യുതിയുടെ കാര്യത്തിൽ സുരക്ഷിതമാണ് എന്നൊക്കെ മേനി പറഞ്ഞു നടന്ന ഈ സർക്കാർ ഇത് അപ്രഖ്യാപിതമായി നമ്മളോട് പറയാം ഇത് അരമണിക്കൂർ ഇന്ന് ലോഡ് ഷെഡിങ്, നമ്മൾ അതിൻ്റെതായ കരുതൽ നിൽക്കും. ഇപ്പോൾ അശ്വതി പറഞ്ഞു ഇന്നലെ വൈദ്യുതി ഇല്ലായിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം നടത്തും. പക്ഷേ ഇത് ഏത് സമയത്ത് എപ്പോഴും വേണമെങ്കിലും കറണ്ട് പോകാം എന്നുള്ള ഒരു അവസ്ഥയിലാണ്. 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെയൊക്കെയാണ്. അതെ, ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം കടുത്തതോടെ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങാൻ തീരുമാനം. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് KSEBിക്ക് അനുമതി നൽകിയത്. യൂണിറ്റിന് 10 രൂപ വരെ നൽകിയാകും വൈദ്യുതി വാങ്ങുക. മെയ് 15 വരെ വൈദ്യുതി വാങ്ങാനാണ് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയത്. ഇവരുമായി MS വീണ ചേരുകയാണ്. വീണ, ചുട്ടുപൊള്ളുമ്പോൾ സ്വാഭാവികമായും വൈദ്യുതിയുടെ ഉപയോഗവും കൂടും. അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിന് കൃത്യമായ ഒരു മുന്നൊരുക്കം എല്ലാവർക്കും നടത്താൻ പറ്റും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഏത് സമയത്ത് വേണമെങ്കിലും കറണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ലോഡ് ഷെഡിങ് ഇല്ല എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യത്തിൽ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ അതല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കാരണം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് KSEBിക്ക് ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നത് അനുമതി? അശ്വതി, KP, നമുക്കറിയാം ചൂട് കടുത്തതോടുകൂടി സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം അത് റെക്കോർഡിലേക്ക് കടന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും സംസ്ഥാനം ഈ ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയിട്ടില്ല. വൈദ്യുതി സംഭരണത്തിൽ സംസ്ഥാനം സുരക്ഷിതമാണ്, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല, വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമോ എന്നുള്ള ചോദ്യങ്ങൾക്കും കഴിഞ്ഞ ദിവസം അടക്കം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി നൽകിയില്ല. പക്ഷേ പ്രതിസന്ധി രൂക്ഷമായി. ഇതുമായി ബന്ധപ്പെട്ട് അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് ആ പ്രതിസന്ധി മറികടക്കാൻ നിവൃത്തിയില്ലാതെ റെഗുലേറ്ററി കമ്മീഷൻ KSEBിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ 250 മെഗാവാട്ട് വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. യൂണിറ്റിന് 10 രൂപ നിരക്കിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുവാനുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെയ് 15 വരെയാണ് ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങുവാനുള്ളൊരു അനുമതി റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിരിക്കുന്നത്. മെയ് 15 ശേഷം മഴ എത്തുമ്പോൾ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് KSEB മുന്നോട്ട് പോകുന്നത്. നിലവിലെ പ്രതിസന്ധി എങ്ങനെയെങ്കിലും മറികടക്കുക എന്നുള്ളതാണ് KSEBയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏക പോംവഴി. അതിനാൽ തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അടുത്ത് എത്തുകയും തുടർന്ന് അവിടെ നിന്ന് അനുമതി നേടുകയും ചെയ്തത്. കാരണം നമുക്കറിയാം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസവും ഇന്ന് പകലും അടക്കം വൈദ്യുതി പോകുമെന്നുള്ളത്, അതായത് പവർ കട്ട് ഉണ്ടാകുമെന്നുള്ളതും കറക്റ്റാണ്. നമുക്ക് ഈ മാസം തോറും ലഭിക്കുന്ന ഈ കറണ്ട് ബില്ലിൻ്റെ ആ ഒരു രസീതിൽ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളൊരു വീമ്പ് പറച്ചിലാണുള്ളത്. ആ വീമ്പ് പറച്ചിൽ തുടരെ ആ ഒരു രസീതിൽ ഇങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ അടുത്ത മാസം അത് ഉൾപ്പെടുത്തുമോ എന്നുള്ള കൗതുകകരമായിട്ടുള്ള ചോദ്യങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്നുണ്ട്. കാരണം അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തുറന്ന് സമ്മതിക്കാൻ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള വീമ്പ് പറച്ചിലുകൾക്ക് പിന്നെ വിലയില്ല എന്നുള്ള ബോധ്യം സർക്കാരിന് നന്നായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി മറികടക്കുവാൻ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുക എന്നുള്ള ഏക പോംവഴി മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെയാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുവാനുള്ളൊരു അനുമതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വാങ്ങുന്ന വൈദ്യുതിയുടെ കണക്കും ഒപ്പം തന്നെ അത് ഉപയോഗിക്കുന്നതിൻ്റെ നിരക്കും, അത് എത്ര നിരക്കിനാണ് അത് ഉപയോഗിച്ചു പോകുന്നത്, അത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകളും കൃത്യമായി നൽകണമെന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും ഒക്കെ പലയിടങ്ങളിലും കറണ്ട് പോരുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും KSEBയിലേക്ക് ആളുകൾ എത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. നിരന്തരമായി ഫോൺ കോളുകൾ എത്തുമ്പോൾ ആ ഒരു ഫോൺ കോളിനെ പ്രതികരിക്കാതെ ചില സാങ്കേതിക പേരുകൾ മാത്രം, അതായത് പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ചില സാങ്കേതിക പേരുകൾ പറഞ്ഞ് മാത്രം ഒഴിഞ്ഞു മാറുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിലപാട് സർക്കാർ പറയാത്ത സാഹചര്യത്തിൽ കൂടുതൽ ത്രിശങ്കുവിലാകുന്നത് ഈ KSEBയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഈ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിലൂടെ സാധിക്കുമെന്നാണ് നിലവിലെ ആശ്വാസം. KP, അശ്വതി.